ഓം നമഃശിവായ. ഇന്ന് മഹാദേവനെ ഭജിക്കാം. വൈരാഗ്യ ഭാഗ്യതൻ വൈമല്യനാഥനും വൈരിവിധ്വംസനും ദേവൻ മതീശ്വരൻ കാമലോഭക്രോധ മോഹശാന്തിപ്രദൻ വാമദേവൻ മഹാദേവൻ മതീശ്വരൻ സച്ചിൻ സ്വരൂപൻ സ്വയം പ്രകാശൻ ശിവൻ മച്ചിത്തവർത്തിയാം ദേവൻ മതീശ്വരൻ. ഇനി മഹാദേവനെക്കുറിച്ച് കുറച്ച് നോക്കാം. എൻ്റെ ഇഷ്ടദൈവം ഇന്ദുചൂടനായ ഭഗവാൻ പരമശിവനാണ് എന്ന് വിശ്വസിക്കുക. മംഗളരൂപിയായ ശിവൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ വിരിഞ്ചൻ മുതൽ എല്ലാം ഉണ്ടായത്. അതുപോലെ തന്നെ ആ പരമ്പൊരുളിൻ്റെ സാത്വികാംശം കൊണ്ട് ജഗൽ പാലകനായ വിഷ്ണുവും രാജസാംശം കൊണ്ട് സൃഷ്ടികർത്താവായ ബ്രഹ്മാവും താമസാംശം കൊണ്ട് സംഹാരമൂർത്തിയായ രുദ്രരൂപിയും ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. പരമശിവനെ ധ്യാനിച്ചാൽ ദ്വൈതഭ്രമം നമുക്ക് ഇല്ലാതാകുന്നതാണ്. കൈലാസവാസിയായ ഭഗവാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവന് രാഗദോഷാദികൾ ഉണ്ടാകുന്നില്ല. അടുക്കൽ നിന്നാൽ പോലും അവിശ്വാസികൾക്ക് ഈശ്വരനെ ഒരിക്കൽ പോലും കാണാൻ പറ്റുന്നില്ല. സാത്വിക രാജസ താമസ വികാരങ്ങളില്ലാത്ത ആനന്ദരൂപിയാണ് മഹാദേവൻ. ചന്ദ്രചൂടൻ്റെ തേജസ് കൊണ്ട് ആകാശവും ഭൂമിയും പ്രകാശപൂർണമാകുന്നു. എൻ്റെ മനസ്സിലും പ്രകാശമായി കുടികൊള്ളുന്നത് ശ്രീ പരമേശ്വരനാണ് എന്ന് തന്നെ വിശ്വസിക്കുക. സുഖഭോഗങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സുഖഭോഗങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു മഹാദേവൻ. വിരക്തിയോടെ ഭജിക്കുന്നവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നു. ജാതിഭേദമില്ലാതെ ഭക്തരെയെല്ലാം ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിച്ച് ആഗ്രഹപൂർത്തി വരുത്തി മഹാദേവൻ അനുഗ്രഹിക്കുന്നു. ഭക്തിയുള്ളവരുടെ ആശാപാശങ്ങൾ വേർപ്പെടുത്തി മുക്തി നൽകുന്നു. മുക്തിപദത്തിന് അർഹരല്ലാത്തവരെ മിത്രകളത്രാദികളോടുള്ള മമത നൽകി സംസാര സാഗരത്തിലിട്ട് വലയ്ക്കുകയും ചെയ്യുന്നു മഹാദേവൻ. സമ്പത്തിനോട് അത്യാർത്തി പെരുത്തവരെ സംസാര ദുഃഖത്തിലിട്ട് വലയ്ക്കുന്നു. നാട്ടിൽ വലിയ നേതാവാണെന്ന് അഹങ്കരിക്കുന്നവർക്ക് ഒരിക്കൽ പോലും ശിവലോകം കിട്ടുകയേയില്ല. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഒക്കെ കൂട്ടിയും കിഴിച്ചും നമുക്ക് നൽകുന്നത് മഹാദേവൻ തന്നെയാണ്. ചെയ്യേണ്ടത് ചെയ്യാത്തവരെ ശിവൻ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു. ദുഷ്ടബുദ്ധികൾക്ക് ഈശ്വരചിന്ത ഒരിക്കൽ പോലും നൽകുകയില്ല. കൂടാതെ അവരെ നന്നായി ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഭക്തർക്ക് വിവേകബുദ്ധി നൽകുന്നതും മഹാദേവൻ തന്നെയാണ്. നാമസങ്കീർത്തനത്തിന് അവസരം കൊടുക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കി ഞാൻ നിരന്തരം മഹാദേവനെ സ്മരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. മഹാദേവൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. എല്ലാവരും മഹാദേവനെ ഭജിക്കുക. ഓം നമഃശിവായ.